നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താണ് ആ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ SSC GD 2022 എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറെ പേര് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? കുറെ പേർക്ക് ഈ എക്സാം കിട്ടണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പൊ അത് സാധിക്കുമോ? ആ ലക്ഷ്യം നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുമോ? അതോ അതൊരു ആഗ്രഹമായി തുടരുമോ? അപ്പൊ നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്ന ഒരു കോട്ടുണ്ട്. എന്താണ്? എ ഗോൾ വിത്തൗട്ട് എ പ്ലാൻ ഈസ് ജസ്റ്റ് എ വിഷ് എന്ന് പറയുന്ന ആ കോട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ. പ്രത്യേകിച്ച് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഈ കോട്ടൊന്ന് ശ്രദ്ധിക്കുക. കൃത്യമായി പ്ലാനോടുകൂടി മാത്രമേ നിങ്ങൾ എക്സാമിൽ സമീപിക്കാവൂ. അങ്ങനെ സമീപിക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലക്ഷ്യം എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് ഒരാഗ്രഹമായി തുടരും. വീണ്ടും നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് കാത്തിരിക്കേണ്ടി വരും, മറ്റ് എക്സാമുകൾക്കായി കാത്തിരിക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഉറപ്പായിട്ടും SSC GD എക്സാം കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി ചില ടിപ്സ് നിങ്ങളോട് പങ്കുവെക്കുകയാണ്. വളരെയധികം ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, സാർ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഞാൻ അതിനൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാ ആഴ്ചയിലും നിങ്ങളുടെ അടുത്തേക്ക് ഓരോരോ കാര്യങ്ങളുമായി നമ്മൾ എത്തും. ഈ ആഴ്ച ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്ന കാര്യം, മേക്ക് എ സ്റ്റഡി പ്ലാൻ. ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കണം ആദ്യം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളെ സംബന്ധിച്ചും. ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഏതൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്താലും ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. അത് എക്സാം എന്ന് തന്നെ അല്ലല്ലോ, ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്താലും ഒരു പ്ലാൻ നമുക്കുണ്ടാവും. നമ്മളൊരു വീട് വെക്കുന്നു, നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഒരു വീട് വെക്കാൻ ശ്രമിക്കുന്ന ആൾ ആദ്യമേ കുറെ ഇഷ്ടികയും മണലും സിമെന്റും ഒക്കെ ഇറക്കി വെക്കുകയാണോ ചെയ്യുന്നത്? ആദ്യമേ അവരെന്താ ചെയ്യുന്നത്? ഒരു പ്ലാൻ കൃത്യമായി ഉണ്ടാക്കുക. സോ ഇതേപോലെ തന്നെ നമ്മളുടെ ഈ എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം, ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം. ഹൗ ടു ക്രിയേറ്റ് എ സ്റ്റഡി പ്ലാൻ? യൂസ് എ കലണ്ടർ ഓർ മേക്ക് വൺ യുവർ സെൽഫ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് കലണ്ടറിൽ തന്നെ ഒരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാക്കിപ്പാം. ഓരോ ദിവസങ്ങളും മാർക്ക് ചെയ്ത് നമ്മൾ എത്ര പഠിക്കുന്നു, എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് കലണ്ടറിൽ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കിപ്പാം. ഓക്കെ, അതായത് നിങ്ങൾക്കറിയാം ഫ്രണ്ടിൽ ഇനി ഏകദേശം 10-70 ദിവസങ്ങളേ ഉള്ളൂ. കലണ്ടറിൽ ഈ ദിവസങ്ങൾ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റഡി പ്ലാൻ, പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കില്ലേ, അതേപോലെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. ആ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആ പ്ലാനിൽ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം മക്കളെ. അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തില്ല. ദിശ അക്കാഡമി വളരെ ആർജവത്തോടു കൂടി നിങ്ങളുടെ ഒപ്പം നിൽക്കുകയാണ് നിങ്ങൾ ഈ എക്സാം നേടിയെടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞു, തുടക്കക്കാരായിട്ടുള്ളവർക്ക് പോലും നമ്മുടെ കഴിഞ്ഞ വർഷത്തെ SSC GDയുടെ 60ഓളം വീഡിയോസും എക്സാം അനാലിസിസ് ഉൾപ്പെടെയുള്ള വീഡിയോസും നിങ്ങൾക്ക് ഓർഡർലി കണ്ടു തുടങ്ങാം. ഒരു നോട്ട്ബുക്ക് മേടിച്ച് കൃത്യമായി നിങ്ങൾ ഓരോ നോട്ട്സും എഴുതി തന്നെ ടോപ്പിക് ഓർഡറിൽ പഠിക്കാൻ ശ്രമിക്കുക. കൂടാതെ ഈ വർഷം ഓരോ ദിവസവും നിങ്ങൾക്ക് കൃത്യമായ ക്ലാസ്സുകൾ തരുന്നുണ്ട്. അതും നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇത്രയും ചിട്ടയായി നിങ്ങളെ ഫോളോ ചെയ്യിക്കുമ്പോഴും അതിനെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ നമ്മുടെ ഓരോ സുഹൃത്തുക്കളും ശ്രമിക്കണം. ഞാൻ വേറൊരു കാര്യം കൂടെ പറയുന്നത് കേട്ടോ, നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ നമ്മുടെ ചാനൽ എത്തിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ്, നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മളുടെ വളർച്ച എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യാനുള്ള ആ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമന്റുകൾ, നിങ്ങളുടെ ഓരോ വാക്കുകൾക്കും നമ്മൾ അത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കൃത്യമായി ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും പഠിക്കാനായിട്ട്, ആ സമയം മസ്റ്റായിട്ടും പഠിക്കുക. നിങ്ങൾ രാവിലെ പഠിക്കുന്നവരാണെങ്കിൽ രാവിലെ 5 മണി മുതൽ 8 മണി വരെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ 4 മണി മുതൽ 8 മണി വരെ പഠിക്കാൻ ശ്രമിക്കുക. ചിലർക്ക് രാത്രി പഠിക്കുന്നവരാണെങ്കിൽ കൃത്യമായി നിങ്ങൾ ആ ഒരു ടൈമിൽ പഠിക്കാൻ ശ്രമിക്കുക. ദയവ് ചെയ്ത് ആ ടൈമിൽ നിങ്ങൾ ഫോൺ എടുത്ത് ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് പോലെയുള്ള എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് കാണാതെ പഠിക്കുന്ന കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. വെറുതെ നിങ്ങൾ ടൗണിലൊക്കെ ചുറ്റിക്ക് നടന്ന് നിങ്ങളുടെ സമയം പാഴാക്കാതിരിക്കുക. അപ്പോൾ കൃത്യമായി നമ്മുടെ ഫ്രണ്ടിൽ 70 ദിവസങ്ങളുണ്ട്. അതൊന്ന് എനർജറ്റിക് ആയിട്ട് പിടിക്കാമെങ്കിൽ എക്സാം നമുക്ക് പിടിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, മേക്ക് എ സ്റ്റഡി പ്ലാൻ. അതൊന്നുകിൽ നിങ്ങൾക്ക് കലണ്ടറിൽ മാർക്ക് ചെയ്ത് പോകാം. ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ചിന്തിക്കണം, ഇന്നത്തെ സ്റ്റഡി പ്ലാൻ എനിക്ക് കീപ്പ് ചെയ്യാൻ സാധിച്ചോ എന്ന് ഉറപ്പുവരുത്തി മാത്രം ഉറങ്ങാൻ ശ്രമിക്കുക. അടുത്ത ഒരു കാര്യത്തിലേക്ക് ഞാൻ പോകുന്നു. ഡിവൈഡ് സബ്ജക്ട്സ് യു ക്യാൻ കവർ ഡ്യൂറിംഗ് ദ ഡേ.
അതായത് ഒരു ദിവസം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ കൃത്യമായി ഡിവൈഡ് ചെയ്യാം. അതായത് QA നിങ്ങൾ ഇത്ര സമയം പഠിക്കും, റീസണിങ് നിങ്ങൾ ഇത്ര സമയം പഠിക്കും, ഇംഗ്ലീഷ് നിങ്ങൾ കുറച്ച് സമയം നോക്കും, അതുപോലെ തന്നെ നിങ്ങൾ ജനറൽ അവയർനെസ്സിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കും. ഇങ്ങനെ നിങ്ങൾ സബ്ജക്റ്റുകളെ ഡിവൈഡ് ചെയ്ത്, നിങ്ങൾക്കറിയാമല്ലോ SSC GD എക്സാമിന് 80 മാർക്കിന്റെ എക്സാം ആണ്, 4 സബ്ജക്ട്സ് ആണുള്ളത്, 4നും 20 മാർക്ക്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എല്ലാ സബ്ജക്ട്സും കുറച്ച് സമയമെങ്കിലും എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി സമയം ഡിവൈഡ് ചെയ്ത് മാറ്റുക. ഓക്കെ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തൊരു പോയിന്റിലേക്ക് ഞാൻ പോവുകയാണ്. മേക്ക് എ ലിസ്റ്റ് ഓഫ് ചാപ്റ്റേഴ്സ് ഓൺ ദി സ്കെയിൽ ഓഫ് ഈസി ടു ഹാർഡ്. എന്താണത്? ചിലർക്ക് ചില സബ്ജക്ട്സ് എളുപ്പമായിരിക്കും, ചിലർക്ക് ചില സബ്ജക്ട്സ് ഹാർഡ് ആയിരിക്കും. വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് ചോദിച്ചാൽ, സാർ എവിടെ പഠിച്ചു തുടങ്ങണം? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സാർ എവിടെ പഠിച്ചു തുടങ്ങണം? നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഓക്കെ, അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും കണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഏറ്റവും കംഫോർട്ട് സോൺ എവിടെയാണോ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാനായി ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ ആണേ ഞാൻ പറഞ്ഞത്? ആ ഒരു ഏരിയയിൽ നിന്ന് പഠിച്ചു തുടങ്ങി ആ പഠിക്കുന്ന ഒരു മൂഡിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടഫസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കൂടി ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾക്ക് എളുപ്പമുള്ള കംഫോർട്ട് സോണിൽ നിന്ന് തുടങ്ങുക, എന്നിട്ട് ആ ഒരു പഠിക്കുന്ന മൂഡിലേക്ക് എത്തുക, ആ ഒരു ഫ്ലോയിലേക്ക് എത്തുക. ആ ഒരു ഫ്ലോയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഹാർഡായിട്ടുള്ള ടഫസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കൂടി കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യവും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് എനിക്ക് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എല്ലാ എക്സാമുകളിലും പറയാറുള്ളതാണ്. നമ്മുടെ അക്കാഡമിയുടെ എല്ലാ വീഡിയോസിന്റെയും പ്രിപ്പറേഷന്റെ അവസാനത്തെ ടൈമിൽ ഞാൻ ഓർമ്മിപ്പിക്കാറുണ്ട്. ഇവിടെ നിങ്ങളെ ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു. എന്താണ്? നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായി സിലബസ് കവറപ്പ് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഷിഫ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് കൃത്യമായി ചെയ്യുന്നത്. പ്രീവിയസ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നതെന്ന് മനസ്സിലാക്കി തന്നെ വേണം എക്സാമിനെ സമീപിക്കാൻ. പ്രാക്ടീസ് ടോപ്പിക് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കുക. നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു എന്താണ്, 20 മാർക്ക് വെച്ചാണ് ഈച്ച് സബ്ജക്ട്സിന് വരുന്നത്. പ്രാക്ടീസ് ആൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, എല്ലാത്തരം ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം. അല്ല എളുപ്പമുള്ള 4 ക്വസ്റ്റ്യൻസ് മാത്രമേ പഠിക്കൂ എന്ന ചിന്താഗതിയിൽ ഇരിക്കരുത്. മോക്ക് ടെക്സ്റ്റ് ആൻഡ് അനാലിസിസ് അവസാനത്തെ സ്റ്റേജിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എഴുതി നോക്കണം. നമ്മളെ തന്നെ സെൽഫ് അനാലിസിസ് നടത്തി നോക്കണം. ദെൻ എന്ത് ചെയ്യണം? റിവിഷൻ. നിങ്ങൾ അവിടേക്ക് എത്തിയിട്ടില്ല, ഞാൻ ഒരിക്കൽ കൂടെ ഈ ടോപ്പിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാം. അപ്പോൾ ഞാനിത് വൃത്തിയായി പറയുന്നു. ഈ ഒരു ഓർഡറിൽ കൃത്യമായി പഠിക്കുന്ന നമ്മുടെ ഓരോ വിദ്യാർത്ഥികൾക്കും ദിശ അക്കാഡമിയുടെ ഓരോ സുഹൃത്തുക്കൾക്കും ഉറപ്പായിട്ടും ഈ എക്സാം കിട്ടും. അതിന് യാതൊരു തർക്കവുമില്ല. കാരണം ആൾറെഡി തന്നെ 100ഓളം വീഡിയോസ് ഇപ്പൊ അവൈലബിൾ ആണ്. ഇത് കൂടാതെ നമ്മുടെ അക്കാഡമിയിലുള്ള ഒരുപാട് QAയുടെ ക്ലാസ്സുകൾ, പല ലെവൽ ഓഫ് ക്ലാസ്സസ്, റീസണിങ്ങിന്റെ ക്ലാസ്സസ്, ജനറൽ അവയർനെസിന്റെ ക്ലാസ്സുകൾ, ഇവയെല്ലാം ഒന്ന് കണ്ടേ. നിങ്ങൾ കാണുന്നതിന്റെ ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാനും മറക്കരുത്. കാരണം ഞാൻ ആ തുടക്കത്തിലേ പറഞ്ഞു, നിങ്ങളുടെ ഒരു സപ്പോർട്ട്, ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻസ്, നമ്മൾ ക്ലാസ് ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ അതുകൂടെ ഒന്ന് ചെയ്യണം. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മളുടെ നിങ്ങളുടെ സപ്പോർട്ട് ആണ് നമുക്കൊരു എനർജി തരുന്നത്. വീണ്ടും ക്ലാസ് തരാനുള്ള ഒരു എനർജി തരുന്നത് നിങ്ങളുടെ 100% സപ്പോർട്ടും ലൈക്കും ഷെയറും ഒക്കെ തന്ന് നല്ല കമന്റുകൾ, നിങ്ങളുടെ എല്ലാ സജഷൻസും, നിങ്ങളുടെ എന്ത് കൈൻഡ് ഓഫ് സജഷൻസ് ആയിക്കോട്ടെ, നിങ്ങൾ എപ്പോൾ വിളിച്ചാലും നമ്മൾ അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് തരാറുണ്ട്. അപ്പോൾ എന്ത് കമന്റ്സുകളും നിങ്ങൾ തരിക. നിങ്ങളുടെ ഒപ്പം അക്കാഡമി കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഞാൻ അടുത്ത ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയുമായി അടുത്ത വീക്കിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.